കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പെരുമ്പാവൂരിലുള്ള വിശുദ്ധ ദൈവമക്കളോടൊന്നിച്ച് സഭയിൽ കൂടി കൂടുവാൻ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാരംഭമായി നമ്മൾ ചില പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിക്കുവാനിടയായി തീർന്നു. അതിനുശേഷമായി പ്രാർത്ഥനയിൽ ആയിരിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. ഇന്ന് ഈ സന്ദർഭം ദൈവവചന പ്രഘോഷണത്തിനായിട്ട് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നു. കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ അത് കേട്ട് അനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മൾ കേട്ടതുപോലെ ഇവിടെ സഹോദരൻ പറഞ്ഞത്, കാശ്മീരിൽ നടന്ന വലിയ ഭീകരാക്രമണം, നമ്മുടെ രാജ്യത്തിനെതിരെ നടന്ന ഒരു വലിയ ആക്രമണം, അതിൽ നമ്മൾ തുല്യ ദുഃഖിതരാണ്. നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് ആ ആക്രമണത്തിനെതിരെ അപലപിക്കുകയും അതിനെതിരെ പോരാടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ആ അക്രമികൾ നിശ്ചയമായും അവരത് ചെയ്തതിൻ്റെ ശിക്ഷ അത് അനുഭവിക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു. കാരണം ഭീകരാക്രമണം ഒരിക്കലും ഒരു രാജ്യത്തും ആരും അംഗീകരിക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് ആ ആക്രമണത്തിൻ്റെ പിന്നിലുള്ളവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിയമപരമായി അവരെ ശിക്ഷിച്ച് മറ്റുള്ള മുമ്പിൽ ഒരു മാതൃകയാക്കുവാൻ ദൈവമക്കൾ പ്രാർത്ഥിക്കണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. ആ വിഷയത്തെക്കുറിച്ച് അധികം ഒന്നും സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ലഭിച്ചിരിക്കുന്ന സമയം ദൈവവചനം വചനത്തിൽ നിന്ന് പഠിക്കുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-2 ലേഖനങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. വളരെ മനോഹരമായ ലേഖനങ്ങളാണ് കൊരിന്ത്യ ലേഖനം. എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കണം, എങ്ങനെ കുടുംബജീവിതം, എങ്ങനെ സമൂഹ ജീവിതം, എങ്ങനെ ദൈവസഭ പണിയാം, എങ്ങനെ നമുക്ക് നിത്യത പ്രാപിച്ചെടുക്കാമെന്ന് ഈ 2 ലേഖനങ്ങളിൽ നിന്നും നമുക്ക് ശക്തമായിട്ട് പഠിക്കാൻ കഴിയും. മറ്റുള്ള ലേഖനങ്ങളും ഒരുമിച്ച് ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ ആഴത്തിൽ നമുക്ക് അതിനുള്ള പഠനങ്ങൾ ലഭിക്കുന്നുണ്ട്. എസ്പെഷ്യലി കൊരിന്ത്യ ലേഖനത്തെക്കുറിച്ച് എടുത്തു പറയാനായിട്ടുണ്ടെങ്കിൽ ഉള്ളത്, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം ആത്മീക ശൈശവാവസ്ഥയിൽ കിടക്കുന്ന കൊരിന്ത്യ സഭ. അതിന്റെ 3-ാം അധ്യായം അതിന്റെ പഠനം തരുന്നു. 1-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചോട്ടെ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് ആത്മീയരോടെന്ന പോലെ അല്ല, ജഡീകന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ മതി. അപ്പൊ 1-ാമത്തെ ലേഖനം ക്രിസ്തുവിൽ ശിശുക്കളായി കിടക്കുന്ന ആത്മീക നിലവാരമാണ്. ഇന്നത്തെ ക്രൈസ്തവ ഗോളം നമ്മൾ ശരിക്കും അപഗ്രഥിച്ച് പഠിച്ചാൽ ആത്മീക ശിശുക്കളെ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. പറയുന്നുണ്ട്, നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കരുത്. എന്ത് ചെയ്യണമെന്നറിയാത്തവൻ എന്തും ചെയ്യും, എന്ത് പറയണമെന്നറിയാത്തവൻ എന്തും പറയും എന്ന അളവിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യവേദ പുസ്തകം നന്നായി വായിച്ചു പഠിച്ച് പുതിയ നിയമസഭയുടെ ഉപദേശങ്ങൾ, പുതിയ നിയമസഭയുടെ പ്രവർത്തന രീതികളൊക്കെ നന്നായി വായിച്ചു പഠിച്ചാൽ നമ്മുടെ മുമ്പോട്ടുള്ള ഗമനം വളരെ സുഖകരമായി മുൻപോട്ട് പോകാൻ കഴിയും. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാത്ത നിലയിൽ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതൊക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. 1-ാം ലേഖനത്തിൽ അവർ ആത്മീക ശിശുക്കളായി കിടന്നെങ്കിൽ 2-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിന്റെ 1 വാക്യങ്ങൾ വായിച്ചു. 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ, നമ്മൾ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചു. അവർ ആത്മീക ശിശുക്കളാണെന്ന് വായിച്ചു. 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ.
തുടങ്ങുന്നു പോവും. അല്ല ചിലർ ചെയ്യുന്നതുപോലെ നിങ്ങൾക്ക് സാഖ്യപുത്രൻ കാണിക്കുന്നവനാകട്ടെ, നിങ്ങളോട് വാങ്ങുവാനാകട്ടെ ഞങ്ങൾക്ക് ആവശ്യമോ? ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങളല്ലേ. അപ്പോ ഈ രണ്ടാം ലേഖനത്തിൽ വന്നപ്പോൾ കൊരിന്ത് സഭയിലെ വിശ്വാസികൾ ആരായി മാറി? പറഞ്ഞേ, അവിടെ എഴുതിയിട്ടുണ്ട്, ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. അപ്പോസ്തലന്മാരുടെ പത്രം, അപ്പോസ്തലന്മാരെ പോലെ അവരായി. എന്താ ഈ പറയുന്നേ? നമ്മൾ വചനം പഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മീയ നിലവാരമാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത്. വിട്ടും നഷ്ടപ്പെടും ഒരു കൊട്ട, പറിച്ചപ്പെടും ഒരു കൊട്ട പോലെ ഇരിക്കുക ഇന്നത്തെ ക്രൈസ്തവ സമൂഹം. ഇവിടെയുള്ളവരൊക്കെ പുതിയ ആൾക്കാർ, അവരൊക്കെ ആകെ കൂടി 2-3 മാസമൊക്കെ ആയവരാണ്. ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാ. ഇവർ പഠിച്ച് വളരട്ടെ. അതിനായിട്ട് അവരെ നമ്മൾ പഠിപ്പിച്ചെടുക്കണം. എന്നാൽ ഇന്ന് കാണുന്ന ക്രൈസ്തവ സഭയെ ഒന്ന് വിലയിരുത്തിയാൽ, രക്ഷിക്കപ്പെട്ട 5, 10, 15, 20, 30, 40, 50, 60, 70 വർഷങ്ങളൊക്കെ വിശ്വാസ ജീവിതം നയിക്കുന്ന അപ്പച്ചന്മാരെയും വിശ്വാസികളെയും സഹോദരന്മാരെയും എന്തിനു വേണ്ടി പാസ്റ്റർമാരെ ഉൾപ്പെടെ നമ്മളെടുത്ത് അപകീർത്തിച്ച് പഠിച്ചാൽ അവർ അപ്പോസ്തലന്മാരെ പോലെ ആകുന്നുണ്ടോ? കർത്താവിന്റെ ശിഷ്യന്മാരെ പോലെ ആകുന്നുണ്ടോ? ഇല്ല. ഇനി അടുത്ത വാക്യം വായിക്കാം. 3-ാം വാക്യം. ഞങ്ങളുടെ ശുശ്രൂഷയാലുണ്ടായ മതി. ആദ്യം അവര് പറഞ്ഞു അപ്പോസ്തലന്മാരെ പോലെയായി. പിന്നെ അവര് വചനം പഠിച്ച് വന്നപ്പോൾ ആരായി? പറയാമോ? ക്രിസ്തുവിൻ പത്രമായി. അപ്പോസ്തലന്മാരുടെ പത്രമായ ദൈവസഭ ക്രിസ്തുവിൻ പത്രമായി. എന്താ കാര്യം? അവര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് കർത്താവിന്റെ ദാസന്മാരായ അപ്പോസ്തലന്മാർ, ശിഷ്യന്മാർ അവരെ വചനം പഠിപ്പിച്ച് ആ വചനങ്ങൾ അവർ പഠിച്ച് അതനുസരിച്ച് ജീവിച്ച് ആത്മീക വളർച്ചയിലേക്കും ആത്മീയ വർധനവിലേക്കും ആത്മീയ നിറവിലേക്കും അവര് വരാനിടയായി തീർന്നു. 1-ാം ലേഖനത്തിൽ ആത്മീക ശിശുക്കളായി തമ്മിൽ വഴക്കുണ്ടാക്കി. അവരുടെ വഴക്ക് നിങ്ങൾക്ക് കേട്ട രസകരമാണ്. അവരുടെ വഴക്ക്, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, കേബോയുടെ പക്ഷക്കാരൻ, പിന്നെ ക്രിസ്തു. വാക്യം ഒന്ന് വായിച്ചു. ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നു പോലും ക്രിസ്തു ഉത്പാദിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അല്ല, പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനം ഏറ്റുവോ? എന്റെ നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിച്ച് എന്ന് ആരും പറയാതെ വേണം. ക്രിസ്തുവിനെയും ദൈവത്തിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കാറിയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തെഫാനോസിന്റെ ഭവനക്കാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചു, അതല്ലാതെ മറ്റ് വല്ലവരെയും സ്നാനം കഴിപ്പിച്ചു എന്ന് ഞാൻ ഓർക്കുന്നില്ല. സ്നാനം കഴിപ്പിക്കുവാൻ അല്ല, സുവിശേഷം അറിയിപ്പാനത്രേ ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമായിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലതാൻ. ക്രൂശിന്റെ വരും നശിച്ചു പോകുന്ന ദോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇനി ഇപ്പൊ വായിച്ച ഏത് ഭാഗമാണ്? 11 ഇനി എന്റെ 3-ാം അധ്യായത്തിന്റെ 4 വരെ ഒന്ന് വായിച്ചേ. എന്നാൽ സഹോദരന്മാരെ, 3:4 ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അപ്പൊല്ലോസ് ആര്? പൗലോസ് ആര്? തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിക്കാൻ കാരണമായി തീർന്ന ശുശ്രൂഷകരെ ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തരും താൻ തന്നെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. മതി. സ്തോത്രം.
ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കേട്ടല്ലോ. അപ്പൊ കൊരിന്തിയ സഭയുടെ ആത്മീക നിലവാരം 1-ാം അധ്യായത്തിൽ അവർ ശൈശവാവസ്ഥയിൽ കിടന്ന് വഴക്കുണ്ടാക്കി, തമ്മി തല്ലി, പക്ഷം പിടിച്ച്, ബഹളം വെച്ച് ശൈശവാവസ്ഥ അവർ വെളിപ്പെടുത്തുമ്പോൾ പൗലൂസും പത്രോസും എല്ലാവരും കൂടി ചേർന്ന് അവരെ ഉപദേശം പഠിപ്പിച്ച് പൗലൂസ് ആര്, അപ്പല്ലോസ് ആര്, കേഫ ആര്, അപ്പല്ലോസ് നട്ടു, പൗലൂസ് നനച്ചു, അല്ലെങ്കിൽ ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്, അപ്പോൾ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ മറ്റാരുമല്ലെന്ന് പറഞ്ഞ് അവരെ ശാസിച്ച്, അവരെ തർജ്ജനം ചെയ്ത്, അവരെ പ്രബോധിപ്പിച്ച്, അവരെ ബാലശിക്ഷയിലൂടെ, വചനത്തിലൂടെയുള്ള ബാലശിക്ഷകൾ കൊടുത്ത് അവരെ ക്രിസ്തുവിൻ്റെ പത്രങ്ങളാക്കി 2-ാം ലേഖനത്തിൽ തീർക്കുന്നു. ഇന്ന് ഈ അവസ്ഥകൾ ഏത് സഭകളിലുണ്ട്? ഇന്നത്തെ സഭകൾ മുഴുവൻ കൂടി വന്ന് കുറെ പാട്ട് പാടി, പ്രാർത്ഥിച്ച്, സങ്കീർത്തനം വായിച്ച്, സായുജ്യം അടഞ്ഞു പോകുകയാണ്. ഞാനങ്ങ് തുറന്നു പറഞ്ഞാൽ പാസ്റ്റർമാരുടെ പാത്രമൊക്കെ നിറഞ്ഞു കവിയുന്നുണ്ട്. സ്തോത്രാഴ്ച പാത്രം നിറഞ്ഞു കവിയുന്നു, ഭൗതികമായ അനുഗ്രഹങ്ങൾ കുവിഞ്ഞു കൂടുന്നു, ആത്മീകമായി ജനം ഒരിഞ്ചു പോലും വളരുന്നില്ല, ശൈശവാവസ്ഥയിൽ കിടന്ന് നട്ടം തിരികെയാണ്. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം കൂടി വായിക്കാം. 1 കൊരിന്ത്യർ 13:11 ഇതിനോട് ചേർത്ത് പഠിക്കാനുള്ള ഒരു വാക്യം. ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, ശിശുവിനെ പോലെ സംസാരിച്ചു. പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. നമുക്ക് ശൈശവാവസ്ഥ ത്യജിച്ച് കളയണമെങ്കിൽ എന്ത് വേണം? ആത്മീയമായി വളരണം. നമ്മൾ ആത്മീക വളർച്ചയുടെ പക്വതയുടെ ഒരു അനുഭവത്തിലേക്ക് വന്നാൽ മാത്രമേ ശൈശവം ത്യജിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചിരുന്നത് ശൈശവാവസ്ഥയിൽ തന്നെ ആയിരിക്കും. സഭകൾക്ക് സംഭവിച്ച അനുഗ്രഹീതമായ ഒരു അവസ്ഥ, കർത്താവിന്റെ ദാസന്മാരായ അപ്പോസ്തലന്മാർ അവർ വചനം പഠിപ്പിച്ച് അവരെ ആത്മീയ വളർച്ചയിലേക്കും ആത്മീയ വർധനവിലേക്കും ആത്മീയ നിറവിലേക്കും നടത്തിക്കൊണ്ടിരുന്നു എന്ന് നമ്മൾ ഗ്രഹിക്കണം. ഇന്നത് സംഭവിക്കുന്നില്ല. പരിണിതഫലം വിശ്വാസി ആത്മീയമായി വളരുന്നില്ല. 100 പ്രാർത്ഥനാ വിഷയങ്ങൾ കൊണ്ടിട്ട് പ്രാർത്ഥിച്ച്, വിസയ്ക്ക് വേണ്ടി, കാറിന് വേണ്ടി, വീടിന് വേണ്ടി, ലോകത്തിന്റെ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തലയറിഞ്ഞ് പ്രാർത്ഥിച്ച് അത് വാങ്ങി അവർക്ക് കൊടുത്ത് അതിന്റെ ഭൗതികം പറ്റി സന്തോഷിക്കുന്ന ഒരു കൂട്ടം ശുശ്രൂഷ വൃന്ദങ്ങളും ഒരു കൂട്ടം വിശ്വാസ സമൂഹത്തെയാണ് നമുക്ക് നമ്മുടെ മുൻപിൽ കാണാൻ കഴിയുന്നത്. അവരെ ഓർത്ത് നമ്മൾ അനുദപിക്കുന്നു, കരയുന്നു, നിലവിളിക്കണം. കാരണം എഫേസ്യ ലേഖനത്തിൽ ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ, എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലർ സുവിശേഷകന്മാരായി, ചില ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമൃദ്ധമായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുമ്പോഴും വിശുദ്ധന്മാരുടെ യഥാസ്ഥാന ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനവിനുമാകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യന്റെ ചതിയാലും ഉഭയത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കൊണ്ട് ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴുകുന്ന ശിശുക്കളായിരിക്കാതെ, ശിശു എന്നുള്ള പദം അവിടെ കയറി വന്നു, അലഞ്ഞൊഴുകുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. അപ്പോ ഒരു ആത്മീക ശിശു എത്രത്തോളം വളരണം? പറഞ്ഞേ, ക്രിസ്തു എന്ന തലയോളം. അങ്ങനെ മറുപടി പറ. ക്രിസ്തു എന്ന തലയോളം വളരണം. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മനുഷ്യ ശരീരത്തിൽ ഇരുന്ന് ഒരു വളർച്ച പ്രാപിച്ചു. 33 വയസ്സ് വരെ പരിജ്ഞാനത്തിലും ദൈവകൃപയിലും തൻ്റെ പിതാവിനെ അനുസരിച്ച് ജീവിച്ച്, മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിച്ച്, സ്വർഗീയ പിതാവിനെ അനുസരിച്ച് ജീവിച്ച് തന്നിലൂടെയുള്ള ദൗത്യം നിറവേറ്റുന്നത് വരെ ഒരു ആത്മീക വളർച്ചയിലേക്ക് സ്വർഗീയ പിതാവിൽ നിന്ന് വളരുവാൻ കർത്താവിനിടയായി. അതാണ് ഇവിടെ പൗലോസ് ഉദ്ദേശിക്കുന്നത്. ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ അളവിലേക്ക് ഒരു വിശ്വാസി വളർന്നു വരണം. അങ്ങനെ വളരുന്നില്ലെങ്കിലോ സ്വർഗരാജ്യം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ഷോർട്ടായിട്ട് അങ്ങ് പറയുക.
ഈ ആത്മീയ പക്വതയിലേക്ക് വരുന്നില്ലെങ്കിൽ നമുക്ക് നിത്യത പ്രാപിച്ചെടുക്കാൻ പറ്റുകയില്ല എന്ന് പഠിക്കണം നമ്മൾ. ആരും അങ്ങനെ പഠിപ്പിക്കാറില്ല. ഞങ്ങൾ അങ്ങനെ ശക്തമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് പഠിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ആ പഠനം കിട്ടിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ കുറ്റം നമ്മുടെ മേൽ കർത്താവ്. എന്തുകൊണ്ട് നീ പറഞ്ഞില്ല? കാവൽക്കാരാ, ദേശത്തിന്റെ കാവൽക്കാര്, സഭയുടെ കാവൽക്കാരാണ് ദൈവമക്കൾ, ദേവദാസന്മാർ. ഈ കാശ്മീരിലുണ്ടായ പ്രശ്നവും ആ ദേശത്തുള്ള ദൈവമക്കൾ ആ ദേശത്തിന്റെ കാവൽക്കാരാ. ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. സഭായോഗങ്ങളിൽ കടന്നു വന്ന് ദൈവസന്നിധിയിരുന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ച്, ഈ സഭായോഗങ്ങളിരുന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും അവരവരുടെ വീടുകളിലിരുന്ന് പ്രാർത്ഥിച്ച്, ഓരോ ദൈവ പൈതലും ദേശത്തിന്റെ കാവൽക്കാരാണ്, ഓരോ ശുശ്രൂഷകന്മാരും സഭയുടെ കാവൽക്കാരാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ അവർ ആ ദേശത്തിന് വേണ്ടി ഇടവിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ദൈവം മാറ്റിവിടും. 2 നിർവാർത്തം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ ഞാൻ സ്വർഗത്തു നിന്ന് പ്രാർത്ഥന കേട്ട് ദേശത്തിന് സൗഖ്യം. കാശ്മീരിലെ ജനം പ്രാർത്ഥിച്ചാൽ കാശ്മീരിലെ ദേശത്തിന് സൗഖ്യം കൊടുക്കും. ചുമ്മാ കിടന്ന് അതുവിധം പറഞ്ഞിട്ടൊന്നും ഒരു കഥയില്ല. ഇപ്പൊ ദൈവമക്കൾ കിടന്ന് വിലപിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ എടുത്ത് ഭയങ്കര പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. അയ്യോ പ്രാർത്ഥിക്കണം, നമ്മുടെ രാജ്യം തകർക്കപ്പെട്ടു. കാശ്മീരിൽ വിശ്വാസികളില്ലേ? ആ പ്രാന്തപ്രദേശങ്ങളിൽ ദൈവമക്കളില്ലേ? ദൈവസഭകളില്ലേ? ഭാരതത്തിൽ വടക്കേന്ത്യകൾ ദൈവസഭകളില്ലേ? കേരളത്തിലില്ലേ ദൈവസഭകൾ? ഞാൻ പാർക്കുന്ന പട്ടണത്തെ കുറിച്ച് പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. നിങ്ങൾ ഈ പാർക്കുന്ന ദേശത്തുള്ള ദേശനിവാസികളെയും ഈ ഇവിടുത്തെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ ദൈവം ഒഴിവാക്കി വിടും. അന്ത്യകാലത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കാതെ എങ്കിലും നമ്മൾ പാർക്കുന്ന ദേശത്തെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. എത്ര പ്രാർത്ഥിച്ചാലും നടക്കേണ്ട സംഭവങ്ങൾ നടക്കുമെന്നുള്ളത് വേറൊരു വിഷയം. പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നുള്ളത് പറഞ്ഞു. ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കും. മോശയെ കുറിച്ച് ഒരു ഭാഗം എന്റെ ഹൃദയത്തിലേക്ക് വരിക. എന്റെ ദാസനായ മോശ നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിങ്ങളെ സംഹരിച്ചു കളയുമായിരുന്നു, ദഹിപ്പിച്ചു കളയുമായിരുന്നു ദൈവം. മോശ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വീരനാണ്. നെഹമ്യാവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വീരനാണ്. എസ്തേറും മൊർദെഖായും ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് കരയുന്നവരായിരുന്നു. പഴയ നിയമം പഠിച്ചു നോക്കുമ്പോൾ അനേകം ഭക്തന്മാർ അവരുടെ ദേശത്തിനു വേണ്ടി ആ ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ചരിത്രം വേദപുസ്തകം നമുക്ക് തരുന്നു. പുതിയ നിയമത്തിൽ നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? നമ്മുടെ തോൽവിയല്ലേ? നമ്മുടെ പരാജയമല്ലേ? ഇനിയെങ്കിലും ദൈവമക്കളെ, നമ്മൾ പാർക്കുന്ന ദേശത്തെ ദൈവങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിലെ ഓരോ ജീവനക്കാർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മന്ത്രിമാരും സഹമന്ത്രിമാരും, കേന്ദ്രമന്ത്രി, കേന്ദ്രത്തിലെ മോദിക്കും തന്റെ സഹമന്ത്രിമാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വിശേഷാൽ ഈ പ്രതികൂല സാഹചര്യത്തിൽ ആ ശത്രുക്കളെ ശക്തമായി നേരിടുവാൻ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തെ ദൈവം ശക്തമായി സ്വത്രം ശക്തീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. തെറ്റ് ചെയ്തവർ പിടിക്കപ്പെടണം. മാതൃകാപരമായി അവരെ ശിക്ഷിക്കണം. ഇല്ലെങ്കിൽ ഇത് പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അപ്പൊ ചിലർ പറയും അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം. അത് ശരിയാന്നേ, അത് ശരിയാണ്. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും കാര്യങ്ങൾ നടക്കേണ്ടതുപോലെ നടക്കും. പക്ഷെ പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മളിൽ നിക്ഷിപ്തമാണെന്ന് പറഞ്ഞ് ഞാൻ ആ വിഷയത്തിൽ നിന്ന് മുമ്പോട്ട് വരികയാണ്. അപ്പോൾ ഇവിടെ വളർച്ച പ്രാപിക്കേണ്ടത് ഏത് നിലയിലാണ്? ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെയാണ്. ഞങ്ങളുടെ വീട്ടില് മോളുടെ ഒരു കുഞ്ഞുണ്ട്. ഞങ്ങൾക്ക് വലിയ സന്തോഷം അവനെ കുറിച്ച് പറയാൻ തന്നെ. ഇവിടെ വൈഫിരിപ്പുണ്ട്. ഞങ്ങളുടെയൊക്കെ വന്ന് ബഹളം ഉണ്ടാക്കി ഞങ്ങളെ ഉപദ്രവിക്കും, ചില സമയം ഉപദ്രവിക്കും, ഞങ്ങളോട് കൊഞ്ചുകയൊക്കെ ചെയ്യും. അവൻ കാണിച്ചു കൂട്ടുന്ന ആ കുരുത്തക്കേടുകളും അക്രമങ്ങളും ഒക്കെ ഞാൻ എപ്പോഴും ഇതിങ്ങനെ ചിന്തിക്കും. 4.5 വയസ്സിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 10 വയസ്സാകുമ്പോൾ അവനത് ചെയ്യത്തില്ല. എന്താ കാര്യം? മെച്യൂരിറ്റിയായി അവൻ വളർന്നു. ഒരു കുഞ്ഞ് ജനനം പ്രാപിച്ച് ജനിച്ച് വളരുന്നത് പോലെ തന്നെ ഒരു ആത്മീക ശിശു രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശയം പ്രാപിച്ച് ഈ സ്നാനപ്പെടുന്നതിലൂടെ പുസ്തകം വെളിപ്പെടുത്തുന്ന 2 ശക്തമായ പഠനങ്ങളുണ്ട്. സ്നാനത്തിലൂടെ നമ്മൾ യേശുവിനെ ധരിക്കുന്നു, യേശുവിനോട് ചേരുന്നു.
അവന്റെ മരണ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ആ രീതിയിലല്ലെങ്കിലും ഒരാത്മീകമായ ഉയർപ്പ് ആ വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നു. അപ്പൊ സ്നാനപ്പെട്ട ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വം എത്ര വലുതാണെന്ന് അറിയാമോ? അഭിഷേകം കൂടി പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട. എന്നാൽ ഇന്നൊക്കെ അതൊക്കെ ചലിക്കുന്നു. സ്നാനപ്പെട്ട ആ പ്രിയപ്പെട്ടവർ, എനിക്ക് ഒത്തിരി പേരെ അറിയാം. ഇത് വല്ലതും നടക്കുന്നുണ്ടോ? ഞാൻ യേശുവിനെ ധരിച്ചിരിക്കുന്നതിന്റെ ചിന്ത ഉള്ളിലുണ്ടോ? ഞാൻ യേശുവിനോട് ചേർന്നവനാണെന്നുള്ള ചിന്ത ഉള്ളിലുണ്ടോ? എന്താ ഇല്ലാത്ത? പറഞ്ഞു പഠിപ്പിക്കുന്നില്ല. സ്ലേറ്റില് അക്ഷരം എഴുതുന്ന ഒരു കുഞ്ഞ് പ ത ല വ എന്നൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക. എഴുതി പഠിപ്പിച്ച് അവനെ പഠിപ്പിച്ചെടുക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്. പായ എഴുതുമ്പോൾ പായൊക്കെ വല്ലാത്ത പോലെയൊക്കെ പോയാൽ നമ്മളതിനെ തിരുത്തി കൊടുക്കുമ്പോൾ അവൻ പിന്നെ അങ്ങനെ പഠിച്ച് അവിടെ കുറിച്ച് പല അക്ഷരങ്ങൾ എഴുതും. ആ ഫോട്ടോ വരെ ചില പൂക്കളൊക്കെ വരച്ചെടുക്കും. ഇത്തിരിക്കില്ലാത്ത ഈ കുഞ്ഞിത് എങ്ങനെ മനസ്സിലാക്കി? അവനെ ട്രെയിനിങ് കൊടുത്ത് അവനത് ചെയ്യിക്കുന്നു. അതുപോലെ ദൈവമക്കളെ, പുതിയ നിയമസഭയെ, ദൈവദാസന്മാർ, ദൈവത്തിന്റെ അഭിഷക്തന്മാർ ദൈവവചനം പഠിപ്പിച്ച് അവരെ പ്രാപ്തന്മാരാക്കുന്ന ഒരു രീതി ദൈവവചനത്തിലുണ്ട്. വളരെ ദുഃഖമെന്ന് പറയട്ടെ, ഇന്നത് സംഭവിക്കുന്നില്ല. നമ്മളതാ ശ്രമിക്കുന്നത്. ഇവിടെ അങ്ങനെയൊന്നും ആയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ചിന്തിക്കില്ല. ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ ചെയ്തു, അധികാസന്മാர்கள் ചെയ്യുക, പഠിപ്പിക്കുക, വചനം പഠിപ്പിക്കുക. കർത്താവ് പറഞ്ഞ കാര്യങ്ങളെ പഠിപ്പിച്ച് അത് ഓരോന്നും അനുസരിക്കാനായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പഠിപ്പിച്ച് ഇവിടെ കേൾക്കുന്ന വചനങ്ങൾ വീട്ടിൽ പോയിരുന്ന് വായിക്കണം. എല്ലാവരും വേദപുസ്തകം ഒരു ന്യൂ ടെസ്റ്റ്മെന്റെങ്കിലും കുറഞ്ഞ പക്ഷം എല്ലാവരും കൊണ്ടുവരണം. പറയുന്ന കാര്യങ്ങൾ എടുത്ത് നോക്കണം. അങ്ങനെ വായിച്ച് പഠിച്ച് അങ്ങനെ ഞങ്ങളൊക്കെ അങ്ങനെ ആയവരായിങ്ങനെ ഈ അവസ്ഥയിൽ ആയത് ഞങ്ങൾ ആർത്തിയോടെ ദൈവവചനം കേൾക്കുകയും പഠിക്കുകയും ചെയ്തത് കൊണ്ടാണ് ഇന്ന് മറ്റുള്ളവരെ എന്തെങ്കിലും നിലയിൽ ചെറുതായിട്ട് പഠിപ്പിക്കാനുള്ള ഒരു പ്രാപ്തി ഞങ്ങൾ കിട്ടിയെന്ന് പറയുന്നതിൽ ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, കൊരിന്ത് സഭ 1-ാം ലേഖനത്തിൽ അവർ ആത്മീയ ശിശുക്കളായി തമ്മിൽ വഴക്കുണ്ടാക്കി. പൗലൂസിന്റെ പക്ഷം, കേപ്പയുടെ പക്ഷം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇന്നത്തെ പൗലൂസുമാരും ഇന്നത്തെ കേപ്പന്മാരും ആണെങ്കിൽ നമ്മുടെ പക്ഷത്തിൽ ഒരു 10 പേരുണ്ടല്ലോ, അതുപോലെ നമുക്കൊരു ചെറിയ കൂട്ടായ്മയായിട്ട് നടത്താം എന്നവർ ചിന്തിച്ചില്ല. അവര് പറഞ്ഞു, ഞങ്ങൾ ആരുമല്ല. ഇന്ന് റവറന്റുമാരും ഡോക്ടർമാരും ഒന്നും വേണ്ട, ഉന്നതമായ ബിബ്ലിക്കൽ സ്റ്റഡി നടത്തി വളരെ ഡിഗ്രി എടുത്ത് പുകഴുന്നവരുണ്ട്, സ്ഥാനമാനങ്ങളിൽ പ്രശംസിക്കുന്നവരുണ്ട്. അതൊക്കെ വെറും ബാലിശമാണെന്ന് തന്നെ പൽക്കാലം ഞാൻ പറഞ്ഞു കൊടുക്കുക. പണ്ടൊരു പാസ്റ്റർ ഒരു സഹോദരനെ കണ്ടപ്പോൾ, എൻ്റെ ചർച്ചയിൽ ഒരു സഹോദരനെ കണ്ടപ്പോൾ, ബ്രദറെ എന്ത് പറയുന്നു, വിശേഷം, സുഖമായിരിക്കുന്നു. പാസ്റ്റർ ഇപ്പോ എന്ത് ചെയ്തു, സന്തോഷമായിരിക്കുന്നു. പാസ്റ്ററോ? അപ്പൊ അയ്യം വെച്ച്, അതേ പാസ്റ്റർ. എടാ, സെന്ററിന്റെ ചുമതല കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾക്ക് കിട്ടി. എല്ലാവരും സെന്ററിന്റെ ചുമതല എന്നെ ഏൽപ്പിച്ചു. അപ്പൊ നീ എന്നെ ഇനിയിപ്പോ എങ്ങനെ വിളിക്കണം? സെന്റർ പാസ്റ്റർ എന്ന് വിളിക്കണം. ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങളും കേട്ട് പഠിച്ചോണം. ലോകം മുഴുവൻ ഈ മെസ്സേജ് യൂട്യൂബിലൂടെയൊക്കെ പോകുന്നുണ്ട്. എല്ലാ പെന്തക്കോസുകാരും ഇത് കേട്ട് പഠിക്കണം. പാസ്റ്റർമാര്, വിശ്വാസികള്, സഹോദരന്മാര്, വലിയ ലീഡർഷിപ്പ് ചെയ്യുന്നവരൊക്കെ ഇത് കേട്ട് പഠിക്കണം. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ആരൊക്കെയായിരുന്നു എന്ന് പറഞ്ഞ്? മോഹൻലാലിന്റെ മോനും ഭാര്യ ആരാന്ന് ചോദിച്ചാൽ പറയും പെന്തക്കോസുകാർ കുഞ്ഞുങ്ങള്. ശിഷ്യന്മാരാരാന്ന് പറയത്തില്ല. ഒരു 3-4 ശിഷ്യന്മാരെ എന്ന് പറഞ്ഞു പറയോ? അല്ല, സ്ഥാനപ്പെട്ട ആളാ, യേശുവിനെ ധരിച്ച ആളാ, യേശുവിനോട് ചേർന്ന ആളാ. വിഷമമൊന്നും വിചാരിക്കല്ലേ, സന്തോഷത്തോടെ എടുത്തോണം. കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ ഡിഗ്രി ഒന്ന് പറഞ്ഞ ആരെങ്കിലും? ഒരാള് മാത്രം ഉണ്ടായിരുന്നല്ലേ ഇച്ചിരി വിദ്യാഭ്യാസമൊക്കെ, പൗലൂസ് അല്ലേ? ബാക്കിയെല്ലാം ഏതാ? കൂടെ നടന്നില്ല എങ്കിൽ കർത്താവിൽ നിന്ന് പ്രാപിച്ചു. പഠിച്ചേ, കർത്താവിൽ നിന്ന് പ്രാപിച്ചു. ഈ കൂടെ നടന്നവനൊക്കെ മീനും പിടിച്ച് ഇടിമക്കൾ എന്നൊരു പേര് അവർക്കുണ്ട്, അറിയാം. അപ്പൊ ഞാൻ ചിന്തിക്കും, ഇടിമക്കൾ എന്താ? ഒന്ന് തെറ്റിയ ഇടിയുടെ പൂരം ഒരിക്കണം. ഈ തിങ്ങളെ 10-12 എണ്ണത്തിനെ കൂടെ കൊണ്ട് നടന്ന് പഠിപ്പിച്ച് ഇവരാരായി മാറി? അവസാനം നീചരായി ഗണിച്ചിരുന്ന പേത്രനാദിയായ ധീവരരെ ശേഷി കൊണ്ട് അലങ്കരിച്ചു, പരം പ്രേഷണം ചെയ്തവനിൽ ഗുരുക്കളായി തീർത്തു എന്ന് സൈമൺ സാറ് പാടി തൻ്റെ ഒരു ശ്ലോകത്തിൽ. മനോഹരമാണ് ആ ശ്ലോകം. ലോകം നീചരായി ഗണിച്ചിരുന്നവർ
1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യം എടുത്ത് വായിച്ച് എങ്ങനെയാ അവിടെ കാണുന്നത്? ഇവരെ നീചരാണെന്നുള്ളത്. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ പോഷത്വമായതെന്ന് പറഞ്ഞ പോഷന്മാരെ എന്നാണ് അതിന്റെ അർത്ഥം. അടുത്ത ബലമുള്ള അന്നത്തെ സോക്രട്ടീസിന്റെ ശിഷ്യന്മാരും യഹൂദന്മാരും റോമക്കാരൊക്കെ വലിയ ബലവാന്മാരായിരുന്നു, കരുത്തന്മാരായിരുന്നു. അവരെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനന്മാരെ, പോഷന്മാരെ, അടുത്ത കുലീഹീനന്മാരെ, നികൃഷ്ടമായി ജീവിച്ചവരെ, തമ്മിൽ തല്ലി വടക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന നികൃഷ്ടന്മാരെയും ഏതുമില്ലാത്തവരും. മീൻപിടുത്തക്കാരെന്ന് പറഞ്ഞാൽ ഏതുമില്ലാത്തവരാണ്. അങ്ങനെ ലോകം കാണുന്നത്. അവരെയാ യേശു തെരഞ്ഞെടുത്തത്. എന്താ യേശുവിന് 10 അക്ഷരം പഠിച്ചവരെ തെരഞ്ഞെടുക്കാനില്ലേ? അന്നത്തെ ഗ്രീക്കേഴ്സിലെ ആൾക്കാരില്ലേ? അവിടെ റോമാക്കാരില്ലായിരുന്നോ? നല്ല പഠിച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരില്ലായിരുന്നോ? ഗ്രീക്കേഴ്സ് എന്ന് പറയുന്ന സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, അവരുടെയൊക്കെ ശിഷ്യഗണങ്ങൾ, അവരൊക്കെ വലിയ തത്വജ്ഞാനികളാണ്. അവരെ എന്താ ഒരു 5 എണ്ണത്തെ തെരഞ്ഞെടുക്കാത്തത്? അതെന്താ പൗലോസ് പറയുന്നതിന്റെ മർമ്മം ഇപ്പൊ ദേവദാസൻ വായിച്ചാട്ടെ. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിലിരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അടുത്ത പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. ദൈവമക്കളെ, ഈ ബൈബിൾ കോളേജിലൊന്നും ഞാനെതിരല്ല. ബൈബിൾ സ്കൂളിൽ പോയി വചനം പഠിക്കുന്നതിന് ഞാൻ എതിരല്ല. അതൊക്കെ പഠിച്ചോട്ടെ. പക്ഷെ ആ ജ്ഞാനം കൊണ്ടോ അറിവ് കൊണ്ടോ ആ കഴിവ് കൊണ്ടോ ജനത്തെ ആത്മീയമായി നന്നാക്കിയെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കഴിയില്ലെന്ന് തന്നെ ഞാൻ പറയും. പിന്നെന്ത് ചെയ്യണം? പത്രോസും യോഹന്നാനും പഠിപ്പില്ലാത്തവരും സാമാന്യ മനുഷ്യരെന്നറിയാൽ അന്നത്തെ യഹൂദന്മാർ ആശ്ചര്യപ്പെട്ടു. പിന്നൊരു കൊച്ചുവാക്യം കൂടി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണത്? അവർ യേശുവിനോട് കൂടിയായിരുന്നു. അപ്പോസ്തലന്മാർ ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ, പ്രവൃത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ തെരഞ്ഞെടുപ്പുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ആ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞത് ഇതാണ്: നിങ്ങൾ തന്നെ തെരഞ്ഞെടുത്തു കൊള്ളുക. സഹോദരന്മാരെ, നിങ്ങൾ തന്നെ തെരഞ്ഞെടുത്തു കൊള്ളുക. ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. പ്രാർത്ഥനയോടെ, ദൈവവചന ധ്യാനത്തോടെ, ദൈവപാദപീഠത്തിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ ആത്മീകമായ ഒരു ചലനം ദൈവസഭയ്ക്കോ ദൈവമക്കളുടെ ജീവിതത്തിൽ വരുത്താൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇഷ്ടംപോലെ പ്രസംഗങ്ങളും, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടംപോലെ പ്രസംഗങ്ങൾ. എൻ്റെ പൊന്നു ദൈവ കർത്താവെ, ഞാൻ എപ്പോഴും ചിന്തിക്കും, ഇതെല്ലാം കേട്ട് സമയം കളയുന്നതല്ലാതെ ചുരുക്കം ചില കർത്താവിൻ്റെ ദാസന്മാർ അതിന് ശേഷിപ്പേ ഉള്ളൂ. അവർ പ്രസംഗിക്കാൻ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. മറ്റത് മുഴുവൻ വേസ്റ്റ് ആണെന്ന് വേദനയോടെ ഞാൻ പറഞ്ഞു കൊണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ജീവന്റെ വചനം പ്രസംഗിച്ചുകൊണ്ട് ഇരുട്ടിൽ കിടക്കുന്ന ജനത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത്. അത് സംഭവിച്ചു എന്ന് ഇന്നുള്ള ശിഷ്യഗണങ്ങളെ പറഞ്ഞ് എനിക്കൊന്നും പറയാനില്ല. ഇന്നത്തെ ശിഷ്യന്മാരെല്ലാം കർത്താവിന് നാണക്കേടുണ്ടാക്കുന്നവരായി, ദൈവസഭയ്ക്ക് നാണക്കേടുണ്ടാക്കുന്നവരായി, ആത്മീയമായ യാതൊരു ഗുണമില്ലാത്തവരായി തീർന്നിരിക്കുന്നു എന്നുള്ള ഒരു ദുഃഖ സത്യം നമ്മൾ അറിയാതിരിക്കരുത്. അതിൻ്റെ ഇടയിലാണ് ഈ കർത്താവിൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് നമ്മളൊന്ന് നന്നായിട്ട് പഠിച്ചെടുക്കണം. 12 ശിഷ്യന്മാരെ കുറിച്ച് പഠിക്കണം, കർത്താവിനെ കുറിച്ച് പഠിക്കണം, ശിഷ്യന്മാരെ കുറിച്ച് പഠിക്കണം, ശിഷ്യന്മാർ പറഞ്ഞ ഉപദേശത്തെ കുറിച്ച് പഠിക്കണം, കർത്താവ് അവരെ ഏൽപ്പിച്ച ഉപദേശത്തെ കുറിച്ച് പഠിക്കണം. അങ്ങനെ പഠിച്ച് വരുമ്പോഴാണ് കാര്യങ്ങൾ നമ്മൾക്ക് ഗ്രഹിച്ച് മനസ്സിലാക്കുക. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷണം, രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തി ആ വചനത്തിലുണ്ട്. ആ വചനം നമ്മുടെ ഉള്ളിൽ കയറണം. സോളമന്റെ ഒത്തിരി പദപ്രയോഗങ്ങളിൽ ഞാൻ പഠിച്ചത് എങ്ങനെയാണ്: ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടത് നിന്റെ വചനത്തിന്റെ ഹൃദയത്തിൽ സംഭവിക്കുക. ദാവീദ് പറയുന്നു, എന്നാൽ നിന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ സൗഖ്യമാണ്, അത് ആരോഗ്യമാണ്, അത് ബലമാണ്. നിന്റെ വചനം എന്നെ ജ്ഞാനിയാക്കുന്നു, എന്നെ ബോധവൽക്കരിക്കുന്നു,
ദൈവത്തിന്റെ വചനം ഞാൻ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുകുട്ടികളോടും പ്രിയപ്പെട്ടവരോടും എല്ലാവരോടും പറയുക, നിങ്ങൾ ഒരു ദിവസം അരമണിക്കൂർ ഈ വേദപുസ്തകത്തിലെ കാര്യങ്ങൾ നിങ്ങൾ വായിക്കൂ. ഒരു 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ തീരും നല്ല വിവേകമുള്ളവരായി മാറും. ഈ വചനം നമ്മെ ശുദ്ധീകരിച്ചെടുക്കും. ഈ വചനം നമ്മെ ബോധവൽക്കരിക്കും. ഈ വചനം നമ്മെ ജ്ഞാനികളാക്കും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഈ പലസ്തീൻ നാട്ടിൽ കിടക്കുന്ന സാധാരണ ശിഷ്യന്മാരായ മുക്കോന്മാരെ 3.5 വർഷം കൊണ്ട് കിടന്ന് പഠിപ്പിച്ചു. 3.5 വർഷം, അതിൽ കൂടുതലൊന്നുമില്ല. 3.5 വർഷം കഴിഞ്ഞപ്പോൾ അവർ ആരായി മാറി? ലോകത്തെ പഠിപ്പിക്കുന്ന അപ്പോസ്തലന്മാരായി, ഗുരുക്കന്മാരായി തീർന്നു. ഇവിടെ 30 വർഷം പഠിച്ചിട്ട് ഒരു ഗുണമില്ലാതെ കഴിഞ്ഞു. ലോകത്തെ കീഴ്മേൽ മറിക്കുന്നത് അത് ഹോസാനയുടെ പദപ്രയോഗമാണ്. ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയും വന്നുവല്ലോ. അതെങ്ങനെ സംഭവിച്ചു? കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പാഠപുസ്തകങ്ങളൊക്കെ പഠിക്കുന്ന നല്ല കാര്യം. ഈ മൊബൈലിൽ കിടന്ന മാന്തുന്നതൊക്കെ കുറച്ചിട്ട് വേദപുസ്തകം എടുത്ത് വെച്ച് എന്ത് ചെയ്യണം? ദിവസവും ഒരു അരമണിക്കൂർ നിങ്ങളൊന്ന് വായിച്ചു നോക്കി. അരമണിക്കൂർ നിങ്ങൾ വേദപുസ്തകം വായിച്ചു നോക്കി. എസ്പെഷ്യലി പുതിയ നിയമം തന്നെ വായിക്കുക. ഇനി ഗിരിപ്രഭാഷണം തന്നെ വായിക്കുക. കർത്താവ് പറഞ്ഞതും അപ്പോസ്തലന്മാർ പറഞ്ഞതുമായ വേദഭാഗങ്ങൾ നിങ്ങൾ വായിക്കുക. വെളിപ്പാട് പുസ്തകങ്ങൾ ഇവിടെ ഇത് നിങ്ങൾ തുടരെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് വായിച്ച ഒരു അരമണിക്കൂർ വെച്ച ഒരു ദിവസം അങ്ങനെ നിങ്ങളൊന്ന് വായിച്ചു നോക്കി. നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ വചനത്തിന്റെ ജ്ഞാനം കയറും. നിന്റെ വചനം എൻ്റെ ഹൃദയത്തിലുണ്ടെന്ന് ഞാൻ ജ്ഞാനിയാകുന്നു, ബുദ്ധിമുള്ളവനാണെന്നൊക്കെ ഭക്തന്മാർ പറയുന്നുണ്ട്, എഴുത്തുകാരൊക്കെ. ഹല്ലേലൂയ. അതുകൊണ്ട് കൊരിന്ത് സഭയെക്കുറിച്ചുള്ള ഒരു അവലോകനം നമ്മൾ എത്ര നടത്തിയതാണ്. അത് കഴിഞ്ഞ ശേഷം ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരിക. കൊരിന്ത് ലേഖനം അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള